ഹരിശ്രീ ഗണപതിക്ക് അഭിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് പ്രിയമുള്ളവരെ സ്വാഗതം ചെയ്യുന്നു. 2025 ഈ 27 നാളുകൾക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് മകൻ നക്ഷത്രത്തെക്കുറിച്ചിട്ടാണ്. ആദ്യം ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് തൊട്ട് കഴിഞ്ഞാൽ 3 ഓപ്ഷൻ വരും. അതിനകത്ത് ഓൾ എന്നുള്ളൊരു വിഭാഗം ഒന്ന് തൊട്ട് വയ്ക്കുകയാണെങ്കിൽ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് മുടക്കമില്ലാതെ കിട്ടും. കളങ്കമില്ലാതെ മുന്നോട്ട് പോകുന്ന ജീവിത രീതിയാണ് മകൻ നക്ഷത്രക്കാർക്കുള്ളത്. ആരെങ്കിലും സ്നേഹിക്കുകയാണെങ്കിലും അത് പുറമേ കാണിക്കാൻ അല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്താൻ ഒരു ശ്രമം നടത്തുന്ന ഒരു സ്വഭാവമല്ല, കളങ്കമില്ലാത്ത ഒരു ജീവിത രീതി. സ്നേഹത്തിലാണെങ്കിലും എന്തിലാണെങ്കിലും കളങ്കമില്ലാത്തൊരു ജീവിത രീതിയാണ്, ആ ഒരു സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത്. ഇതുകൊണ്ട് തന്നെ ചില ചതിവുകൾ പറ്റുന്നതിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും ഒന്ന് പഠിച്ച് മുൻവിധിയോടെ മാത്രം ചെയ്യുക. മാത്രമല്ല ആളുകളെ സൽക്കരിക്കുന്നതിനും സൽക്കരിക്കപ്പെടുന്നതിനുമൊക്കെ ഇഷ്ടമുള്ള ഒരു കൂട്ടരാണ് ഈ മകൻ നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ സൽക്കാരങ്ങൾക്ക് വേണ്ടി അധികം പണം ചെലവാക്കാതിരിക്കുന്നതാണ് ഈ 2025 ഏറ്റവും ഗുണകരം. അല്ലെങ്കിൽ വലിയ സാമ്പത്തിക കടബാധ്യതയൊക്കെ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, സൽക്കാരങ്ങളും സാമ്പത്തിക ചെലവുകളും ഒക്കെ ഒന്ന് പിടിച്ച് ചെയ്യുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. ആഡംബരം കുറയ്ക്കുക, വരവ് ചെലവ് എഴുതി സൂക്ഷിക്കുക, ഇവയൊക്കെ 2025 ഇങ്ങനെയൊക്കെ ചെയ്തൊരു ചിട്ടയോടുകൂടി പോകുന്നത് ഏറ്റവും നന്നായിരിക്കും. അതായത് ഓരോ കാര്യങ്ങളും എന്ത് കാര്യങ്ങളാണെങ്കിലും നല്ലതാവട്ടെ, എന്തെന്നാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നല്ല കാര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അടുത്ത് വരെ വന്നിട്ടത് മാറിപ്പോകുന്ന ഒരു പ്രവണത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നോട്ട് മാറാതെ ആത്മവിശ്വാസത്തോട് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് എന്തുകൊണ്ടും 2025 നിങ്ങൾക്ക് നല്ലത്. അതായത് എന്ത് തന്നെ സംഭവിച്ചാലും അത് മുന്നോട്ട് തന്നെ പോകുക. അടുക്കും ചിട്ടയും ജീവിതത്തിൽ ഉണ്ടായിരിക്കുക, അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. പിന്നെ മറ്റുള്ളവരുടെ സ്വാധീനത്തിന് വഴങ്ങി ഒരിക്കലും തീരുമാനം എടുക്കരുത്. അതായത് മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക. പ്രവൃത്തി മേഖലയിലേക്ക് ഒരു കാരണവശാലും മാറ്റം വരുത്തരുത്, അപകടമാണ്. അത്തരം കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും 2025 നന്നായിരിക്കും. അപ്പോൾ ആലോചിച്ചും കണ്ടുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക. വിശദമായിട്ടുള്ള വീഡിയോ പിന്നീട് വരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.